ഞാൻ പറഞ്ഞു തരുന്നത് ഈ സെയിൽസ് ഫീൽഡിൽ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ ചില ആൾക്കാർക്ക്. കാരണം എന്താ വെച്ചാൽ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഒരു സെയിൽസ്മാനെ അയക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു സ്വന്തം പരിപാടിയായിട്ട് ഒരാൾ ഒരു വണ്ടി എടുത്ത് ഹോൾസെയിൽ സാധനം വാങ്ങി റീറ്റെയിലായിട്ട് പല കടയിലും കൊടുക്കുന്ന ഒരു സംരംഭമായിട്ട് എന്തും ആയിക്കോട്ടെ അങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മക്കാലകൾ, അനാദിപ്പീടികളുള്ള സാധനങ്ങളായിരിക്കും അവർ വാങ്ങുക. വെള്ളാവാം, പാലാവാം, പെപ്സി ആവാം, എന്തും ആവാം. അവർ ചില സമയം 100 കടകളിലൊക്കെ കയറിയിട്ടായിരിക്കും ഒരു കടയിലേക്ക് എത്തുക. അപ്പൊ നമ്മൾ മലയാളികളുടെ സ്വഭാവം പറയാം. കാരണം എന്ന് വെച്ചാൽ സൗദി അറേബ്യ പോലുള്ള സ്ഥലങ്ങളിൽ ഒരു 70% ഈ മക്കാല അനാദിപ്പീഡ കൈകാര്യം ചെയ്യുന്നത് മലയാളികൾ തന്നെയാണ്. അപ്പൊ ഒരു 100 കടകളൊക്കെ കയറി ഒരാൾ പോലും ഒരു സാധനം എടുക്കാതെ ചില സമയം 101ാമത്തെ കട കിട്ടുമ്പോൾ അതൊരു മലയാളിന്റെ കടയായിരിക്കും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, എൻ്റെ അടുത്ത് ഇന്ന സാധനം ഉണ്ട്, വേണം. അപ്പൊ ആ കടയിലുള്ള ആൾക്കാരുടെ ഒരു പെരുമാറ്റമുണ്ട്, എന്തോ ഇവരോടെന്തോ പൈസ കടം വാങ്ങിയാൽ പോലെ രീതിയിൽ സാധനം ഒന്നും വേണ്ട, സാധനം ഇവിടെ ഉണ്ട്. ചില ആൾക്കാർ ചോദിക്കും എത്ര റേറ്റ്. അപ്പൊ ചില സമയം ഒരു ഉദാഹരണത്തിന് എല്ലാവരും കൊടുക്കുന്നതും ഇയാൾ വാങ്ങുന്ന റേറ്റ് ആയിരിക്കും ഈ സെയിൽസ്മാൻ പറയുക, ഇന്ന റേറ്റ് ആണ്. കാരണം ഇയാൾ ഈ സെയിൽസ്മാനും പഠിച്ചിട്ടാണല്ലോ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. കൂടുതൽ പൈസക്ക് വിറ്റേജ് ഒരിക്കലും ഇത് പോകില്ലല്ലോ. അപ്പൊ ഈ കടക്കാരന്റെ ഒരു പറച്ചിലുണ്ട്, ഞങ്ങൾക്ക് അതിനേക്കാളും 50 പൈസയും 1 റിയാലും കുറച്ചിട്ടാണ് സാധനം കിട്ടുന്നത്. പച്ച നുണ പറയാണ്. അങ്ങനെ ഈ ഇങ്ങനെയുള്ള ബക്കാലക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ സാധനം വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചിരിച്ച വാക്കോടുകൂടി ഇത് എടാ വേണ്ടടാ, സാധനം ഉണ്ടിടാ, കലാസ്, എന്ത് സന്തോഷം നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ആ ഒരു മറുപടി ആ കേൾക്കുന്ന ആ സെയിൽസ്മാൻ എന്ത് സന്തോഷം. പക്ഷെ ഇതിന് പുറമെ എല്ലാ ബക്കാലക്കാരും ഇങ്ങനെയല്ല കേട്ടോ, എല്ലാ ബക്കാലയിൽ പണിയെടുക്കുന്ന ആളും ഇങ്ങനെയല്ല കേട്ടോ. ചില ബക്കാലയിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെയുള്ള മുതലാളിമാരുടെ പെരുമാറ്റം, അവിടെയുള്ള പണിക്കാരുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, അവരൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കാൻ തോന്നും. അവരിനി സാധനം എടുത്തില്ലെങ്കിലും സാരില്ല, അവരുടെ ആ വർത്താനുണ്ടല്ലോ, അവരുടെ പറച്ചിലുണ്ടല്ലോ, അവർ പറയും എടാ വേണ്ടടാ, സാധനം ഉണ്ട്, ഇന്നലെ ഇറക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്ഥലമില്ല, നമ്മൾ അടുത്ത പ്രാവശ്യം നോക്കാം. പിന്നെ അത് ചടപ്പിക്കൂല, അതായത് ഒരു വെറുപ്പിക്കൂല, നല്ല സ്നേഹത്തിൽ ആ പക്കൊക്കെ കെട്ടുമ്പോണ്ടല്ലോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മം കൊടുക്കാൻ തോന്നും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഈ ഫീൽഡിൽ. ഞാൻ ഈ 2 കാര്യം പറയാം. കാരണം ഈ ഫീൽഡിൽ എല്ലാവരും മോശക്കാരെന്നല്ല, നല്ല ആൾക്കാരാണ് കൂടുതലും. പക്ഷെ കുറച്ച് ആൾക്കാർ ഇങ്ങനത്തെ ഒരു കീടങ്ങളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇനി സാധനം വേണ്ടെങ്കിലും സാരമില്ല, പക്ഷെങ്കിൽ ഇങ്ങനെ വരുന്ന ഇവര് എന്ന് വെച്ചാൽ 100 കടകൾ ആകെ പിരാന്ത് പിടിച്ചിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരിക. അവരോടൊരു സ്നേഹത്തോടൊരു വാക്കട സാധനം വേണ്ട, നല്ല രീതിയിൽ നിങ്ങൾ എടുക്കണം എന്ന് പറയുന്നില്ല, പക്ഷെ ആ വരുന്നൊരു ആളും ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു പരിഗണന നിങ്ങൾ കൊടുക്കണം.